ഷ്മിറ്റ് ട്രിഗറിന്റെ വേറെ പേര് റീജനറേറ്റീവ് കമ്പാരറ്റർ എന്നാണ്. ഓക്കെ, ഷ്മിറ്റ് ട്രിഗറിന്റെ വേറെ പേര് റീജനറേറ്റീവ് കമ്പാരറ്റർ ആണ്. ഇനി റീജനറേറ്റീവ്, നിങ്ങളെ തേർഡ് മൊഡ്യൂളിൽ റീജനറേറ്റീവ് ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ഫീഡ്ബാക്ക് എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പം റീജനറേറ്റീവ് കമ്പാരറ്റർ അല്ലെങ്കിൽ പോസിറ്റീവ് ഫീഡ്ബാക്ക്. അപ്പം ഷ്മിറ്റ് ട്രിഗർ എന്ന് പറയുന്നത് വെച്ചാൽ ഇറ്റ് ഈസ് ഇൻവേർട്ടിംഗ് കമ്പാരറ്റർ വിത്ത് പോസിറ്റീവ് ഫീഡ്ബാക്ക്. ഇത് ഓർത്ത് വെക്കുക. ഷ്മിറ്റ് ട്രിഗർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എൻ ഇൻവേർട്ടിംഗ് കമ്പാരറ്റർ വിത്ത് പോസിറ്റീവ് ഫീഡ്ബാക്ക്. നിങ്ങൾ ഇത്രയും സർക്യൂട്ട് പഠിക്കുന്നതിൽ ഇത്രയും നേരവും നിങ്ങൾ പഠിച്ചതിൻ്റെ അകത്ത് നെഗറ്റീവ് ഫീഡ്ബാക്ക് ആയിരുന്നു. ഓക്കെ, ഇനിയും നിങ്ങൾ പഠിക്കാൻ പോകുന്നതിൻ്റെ അകത്ത് ഷ്മിറ്റ് ട്രിഗറിൻ്റെ അകത്ത് പോസിറ്റീവ് ഫീഡ്ബാക്ക് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ പോസിറ്റീവ് ഫീഡ്ബാക്ക് യൂസ് ചെയ്യുമ്പോൾ ഉള്ള കാര്യം എന്ന് വെച്ചാൽ ഓക്കെ, നമ്മൾ ഇപ്പം നേരത്തെ പറഞ്ഞതിൻ്റെ അകത്ത് നമ്മൾ നെഗറ്റീവ് ഫീഡ്ബാക്ക് യൂസ് ചെയ്യുന്നത് ഗെയിൻ കുറയ്ക്കാൻ വേണ്ടിയായിരുന്നു. ഓക്കെ, അപ്പം ഗെയിൻ കുറയ്ക്കാൻ വേണ്ടിയാണ് നമ്മൾ നെഗറ്റീവ് ഫീഡ്ബാക്ക് യൂസ് ചെയ്തത്. അപ്പം അങ്ങനെ വരുമ്പോഴത്തേനും നമ്മുടെ ഔട്ട്പുട്ട് വേവ് ഫോം സ്ക്വയർ മാറിയിട്ട് ഇൻപുട്ട് വേവ് ഫോമിൻ്റെ ഷേപ്പ് തന്നെ വരും. പക്ഷെ ഇവിടെ നമ്മൾ പോസിറ്റീവ് ഫീഡ്ബാക്ക് യൂസ് ചെയ്യുന്നത്. ഓക്കെ, പോസിറ്റീവ് ഫീഡ്ബാക്ക് എന്ന് പറയുമ്പം ഗെയിൻ ഇൻക്രീസ് ചെയ്യുന്ന അർത്ഥം. അപ്പം ഗെയിൻ ഇൻക്രീസ് ചെയ്യുമ്പം എപ്പോഴും നമ്മുടെ ഔട്ട്പുട്ട് വേവ് ഫോം ഒരു സ്ക്വയർ വേവ് ഫോം ആയിട്ട് തന്നെയായിരിക്കും കിട്ടാൻ പോകുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ ഔട്ട്പുട്ട് വേവ് ഫോം സ്ക്വയർ വേവ് ഫോം എന്ന് പറയുമ്പം VO വിൽ ബി ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് VSAT. ഒന്നെങ്കിൽ പ്ലസ് VSAT ആയിരിക്കും, അല്ലെങ്കിൽ മൈനസ് VSAT ആയിരിക്കും. ഇനി ഇതാണ് ഷ്മിറ്റ് ട്രിഗറിൻ്റെ സർക്യൂട്ട്. ഓക്കെ, അപ്പം പേരെന്താ പറഞ്ഞത്? ഇൻവേർട്ടിംഗ് കമ്പാരറ്റർ ആണ്. ഇൻവേർട്ടിംഗ് എന്ന് പറയുമ്പം മൈനസിൽ മാത്രമായിരിക്കും നമ്മൾ ഇൻപുട്ട് സപ്ലൈ കൊടുക്കുന്നത്, ഇൻപുട്ട് വോൾട്ടേജ് VI കൊടുക്കുന്നത്. പോസിറ്റീവ് ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ടിൽ നിന്ന് പ്ലസ്സിലോട്ടായിരിക്കും നമ്മൾ ഫീഡ്ബാക്ക് കണക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ സർക്യൂട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം ബൈ ഹാർട്ട്. ഓക്കെ, അപ്പോൾ ഈ സർക്യൂട്ട് വെച്ചിട്ടായിരിക്കും നിങ്ങൾ ബാക്കി കാര്യങ്ങൾ പറയാൻ പോകുന്നത്. ഓക്കെ, ഇനി അപ്പം നമ്മൾ ഷ്മിറ്റ് ട്രിഗർ എന്ന് പറയുന്നത് ഇൻവേർട്ടിംഗ് കമ്പാരറ്റർ എന്ന് പറഞ്ഞു. അപ്പം കമ്പാരറ്ററിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ഇറ്റ് വിൽ കമ്പയർ, ഈ രണ്ട് വോൾട്ടേജസിനെ കമ്പയർ ചെയ്യുന്നതാണ് അർത്ഥം. അപ്പം ഈ രണ്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ വോൾട്ടേജ് VI, ഇവിടുത്തെ വോൾട്ടേജ് V1. ഓക്കെ, അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഞാൻ മെത്തേഡാണ് പറയുന്നത്, ഇത് മനസ്സിലായി. ഇപ്പം ഞാൻ ഈ കേളി ബ്രാക്കറ്റ് ഇട്ടിരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളാണ്. എന്തിനാണ് നമ്മൾ ഈ സ്റ്റെപ്പ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അപ്പം VI എന്ന് പറയുന്ന വോൾട്ടേജ് നമ്മൾ V1 കൊണ്ട് കമ്പയർ ചെയ്യണം. കാരണം ഷ്മിറ്റ് ട്രിഗർ എന്ന് പറയുന്ന ഒരു കമ്പാരറ്റർ ആണ്. അപ്പോൾ V1ൻ്റെ ഒരു ഇക്വേഷൻ നമുക്ക് എഴുതണം. ഓക്കെ, അപ്പോൾ V1ൻ്റെ ഇക്വേഷൻ എഴുതാനായിട്ട് നമ്മളിപ്പോൾ പറഞ്ഞു ഔട്ട്പുട്ട് വോൾട്ടേജിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ആകെപ്പാടെ രണ്ട് വാല്യൂ വരത്തുള്ളൂ. ഒന്നെങ്കിൽ പ്ലസ് VSAT അല്ലെങ്കിൽ മൈനസ് VSAT. ഓക്കെ, ഇത് പ്ലസ് VSAT അല്ലെങ്കിൽ മൈനസ് VSAT. അപ്പം VOയുടെ വാല്യൂ പ്ലസ് VSAT ആകുമ്പം V1ൻ്റെ വാല്യൂ എന്ത് വരും? അലീന, ഈ ഒരു ഫിഗർ കണ്ടിട്ട് എങ്ങനെ ഇക്വേഷൻ വരും എന്ന് പറയാൻ പറ്റുമോ? വോൾട്ടേജ് ഡിവിഷൻ റൂൾ ഓർക്കുന്നുണ്ടോ? നമ്മളിപ്പോൾ പറഞ്ഞ വോൾട്ടേജ് ഡിവിഷൻ റൂള്. അപ്പൊ ടോട്ടൽ വോൾട്ടേജ് എന്ന് പറയുന്നത്, ഇപ്പം ഞാൻ വേണമെങ്കിൽ ഫുൾ ഫിഗർ വരച്ച് കാണിക്കാം. ഇങ്ങനെയാണ് ഫിഗർ. ടോട്ടൽ വോൾട്ടേജ് എന്ന് പറയുന്നത് VO, ഇവിടുത്തെ വോൾട്ടേജ് ആണ് V1, റെസിസ്റ്റൻസ് ഇത് R1, ഇത് R2. ഓക്കെ, ഇപ്പൊ V1ൻ്റെ ഇക്വേഷൻ എന്ത് വരുമായിരിക്കും? V1 equal to V0 into V1 എന്ന് പറയുന്നത് ഏതിന് അക്രോസ് ഉള്ള വോൾട്ടേജാ? R2 by R1 plus R2. ഓക്കെ, R2 by R1 plus R2. ഓക്കെ അല്ലേ? അപ്പോൾ ഇതാണ് നമ്മുടെ ബേസിക് ഇക്വേഷൻ എന്ന് പറയുന്നത്. V1ൻ്റെ ഇക്വേഷൻ VO into R2 by R1 plus R2. ഇതാണ് വോൾട്ടേജ് ഡിവിഷൻ റൂൾ എന്ന് പറയുന്നത്.
അപ്പോൾ ഈ വി ഒയ്ക്ക് രണ്ട് വാല്യൂ ആണ് പോസിബിൾ ആയിട്ടുള്ളത്. ഒന്നെങ്കിൽ പ്ലസ് വി സാറ്റ് അല്ലെങ്കിൽ മൈനസ് വി സാറ്റ്. ഓക്കെ, ഒന്നെങ്കിൽ പ്ലസ് അല്ലെങ്കിൽ മൈനസ് വി സാറ്റ്. ഓക്കെ, അപ്പം സപ്പോസ് ഔട്ട്പുട്ട് വോൾട്ടേജ് പ്ലസ് വി സാറ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ വി വണ്ണിൻ്റെ വാല്യൂ പ്ലസ് വി സാറ്റ് ഇൻറ്റു R2/R1+R2. ഓക്കെ, അപ്പോൾ ഈ വി ഒയ്ക്ക് പ്ലസ് വി സാറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പം വി വൺ ഈക്വൽ ടു പ്ലസ് വി സാറ്റ് ഇൻറ്റു R2/R1+R2. ഈ വോൾട്ടേജിന് നമ്മൾ വി യു ടി എന്ന് പറഞ്ഞ് റെപ്രസെൻറ്റ് ചെയ്യും. ഇത് ശരിക്കും സിമ്പിളാണ്, നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒത്തിരി ഡിഫിക്കൽട്ടായിട്ട് വരുന്നില്ല. ഈ ഇക്വേഷൻസ് ഒന്നും ഡിഫിക്കൽട്ടായിട്ടുള്ളതല്ല. ജസ്റ്റ് ഔട്ട്പുട്ട് വോൾട്ടേജ് വെച്ചിട്ട് വി വണ്ണിന് ഇക്വേഷൻ എഴുതുക, വി ഒയ്ക്ക് പ്ലസ് വി സാറ്റും മൈനസ് വി സാറ്റും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. എന്നിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ ഒരു ഇക്വേഷനെ അപ്പർ ത്രഷോൾഡ് വോൾട്ടേജ് എന്ന് വിളിക്കുന്നു. ഇനി വി ഒ മൈനസ് വി സാറ്റ് ആകുമ്പം, ഓക്കെ, വി ഒ മൈനസ് വി സാറ്റ് ആകുമ്പം നമ്മുടെ വി വണ്ണിൻ്റെ ഇക്വേഷൻ വി വൺ ഈക്വൽ ടു മൈനസ് വി സാറ്റ്, പ്ലസിന് പകരം മൈനസ് വരും, മൈനസ് വി സാറ്റ് ഇൻറ്റു R2/R1+R2. ഇതിന് ലോവർ ത്രഷോൾഡ് വോൾട്ടേജ് വി എൽ ടി എന്ന് പറഞ്ഞ് വിളിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനിയാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? നമ്മൾ വി വണ്ണിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചു. ഓക്കെ, നമ്മൾ എന്താ ചെയ്യുന്നത്? കമ്പാരറ്റർ എന്ന് പറഞ്ഞാൽ വി ഐയും വി വണ്ണും കമ്പയർ ചെയ്യണം. അതിനുവേണ്ടി ഞാൻ ആദ്യമേ വി വണ്ണിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് കമ്പയർ ആണ്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് കമ്പയർ. അപ്പം കമ്പയർ ചെയ്യുമ്പം നമ്മൾ വി ഐയും വി വണ്ണും കമ്പയർ ചെയ്യാനാണ് പറഞ്ഞത്. അപ്പം വി വണ്ണിന് രണ്ട് വാല്യൂ ഉണ്ട്, വി യു ടിയും വി എൽ ടിയും. ഓക്കെ, അപ്പം അത് ജസ്റ്റ് കമ്പയർ ചെയ്യാം. അപ്പം കമ്പയർ ചെയ്യാന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ഗ്രേറ്റർ ആണോ ലെസ് ആണോ എന്ന് മാത്രം നോക്കിയാൽ മതി. ഓക്കെ, അപ്പം അഞ്ജലി, നമുക്ക് നെഗറ്റീവ് ടെർമിനലിലുള്ള വോൾട്ടേജ് എന്ന് പറയുന്നത് ഏതാണ്? വി ഐ. പോസിറ്റീവിലുള്ള വോൾട്ടേജ് ആണ് വി വൺ. ഓക്കെ, അപ്പൊ ഈ മൈനസിലെ വോൾട്ടേജ് ആണ് കൂടുതലെങ്കിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് നെഗറ്റീവ് ആയിരിക്കോ പോസിറ്റീവ് ആയിരിക്കോ? നെഗറ്റീവ്. കറക്റ്റ്. അപ്പൊ നെഗറ്റീവ് എന്ന് പറയുമ്പം പ്ലസ് ആയിരിക്കോ മൈനസ് വി സാറ്റ് ആയിരിക്കോ? മൈനസ് വി സാറ്റ്. ഓക്കെ, കറക്റ്റ്. അപ്പം ആ സെയിം കാര്യം തന്നെയാണ് ഇവിടെ എഴുതിയേക്കുന്നത്. ഓക്കെ, അപ്പൊ വി ഐ ആണ് നെഗറ്റീവിലെ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ വി ഐ. അപ്പൊ വി ഐ ആണ് കൂടുതലെങ്കിൽ, അതായത് വി യു ടി ആയിക്കോട്ടെ വി എൽ ടി ആയിക്കോട്ടെ, വി ഐ ആണ് കൂടുതലെങ്കിൽ നമ്മുടെ ഔട്ട്പുട്ട് വോൾട്ടേജ് മൈനസ് വി സാറ്റ് ആയിരിക്കും. ഓക്കെ, ഇനി സപ്പോസ് ഈ നെഗറ്റീവിലെ വോൾട്ടേജ് കുറവാണെങ്കിൽ, ഓക്കെ, നെഗറ്റീവിലെ വോൾട്ടേജ് കുറവാണെങ്കിൽ, അതായത് വി ഐ കുറവാണെങ്കിൽ, വി ഐ ലെസ് ദാൻ വി യു ടി വി എൽ ടി ആണെങ്കിൽ എന്ത് വരും? നമ്മുടെ ഔട്ട്പുട്ട് വോൾട്ടേജ് പോസിറ്റീവ് ആയിരിക്കും, അതായത് പ്ലസ് വി സാറ്റ് ആയിരിക്കും. ഇതാണ് ബേസിക് കാര്യം എന്ന് പറയുന്നത്. ഇനി ഇത് നമ്മൾ ഒരു ഫിഗർ ആയിട്ട് റെപ്രസെന്റ് ചെയ്ത് കാണിക്കുകയാണ്. ഓക്കെ, അപ്പം ജസ്റ്റ് ഞാൻ ഇത് കാണിക്കാം. നിങ്ങളുടെ ഇവിടെ ഇതാണ് ഇക്വേഷൻ. ഓക്കെ, അപ്പം ഈ ഇക്വേഷനിൽ രണ്ട് രീതിയിൽ എനിക്ക് ഫിഗർ വരയ്ക്കാം. ഓക്കെ, ഒന്നിത്, ഇപ്പം വി യു ടി എന്ന് പറയുന്നത് ഞാൻ ഇക്വേഷൻ എഴുതിയപ്പം ഞാൻ ഇങ്ങനെയാണ് എഴുതിയേക്കുന്നത് ഇക്വേഷൻ. വി യു ടി എന്ന് പറഞ്ഞാൽ പ്ലസ് വി സാറ്റ് ഇൻറ്റു R2/R1+R2, അതായത് ഒരു പോസിറ്റീവ് വാല്യൂ ആണ് വി യു ടി. വി എൽ ടി എന്ന് പറഞ്ഞാൽ മൈനസ് വി സാറ്റ് ഇൻറ്റു ഒരു പാർട്ട്. ഓക്കെ, അപ്പം ഇത് ഒരു നെഗറ്റീവ് വാല്യൂ ആണ്. ഓക്കെ, അപ്പം അതുകൊണ്ട് ഞാൻ എളുപ്പത്തിന് വേണ്ടി വി യു ടി എന്ന് പറയുന്ന ഒരു പോസിറ്റീവ് വാല്യൂ ആയിട്ട് ഞാനിവിടെ റെപ്രസെൻറ്റ് ചെയ്തു. വി എൽ ടി എന്ന് പറഞ്ഞ ഒരു നെഗറ്റീവ് ആക്സിസിലാണ് ഞാൻ മാർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ ഞാൻ ഗ്രാഫ് വരയ്ക്കാൻ പോകുന്നത് ഔട്ട്പുട്ട് വോൾട്ടേജ് വേഴ്സസ് ഇൻപുട്ട് വോൾട്ടേജ് ആണ് ഗ്രാഫായിട്ട് കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഔട്ട്പുട്ട് വേഴ്സസ് ഇൻപുട്ട്. ഓക്കെ, ഇനി ഈ ആദ്യത്തെ ഇക്വേഷൻ നോക്കുക. ഓക്കെ, സപ്പോസ് വി ഐ ഗ്രേറ്റർ ദാൻ
വി യു ടി ആകുമ്പം വി ഐ എന്ന് പറഞ്ഞ ഇത് എക്സ് ആക്സിസ് ഗ്രേറ്റർ ദാൻ വി യു ടി എന്ന് പറഞ്ഞാൽ ഈ പോർഷൻ ആകുമ്പം ഔട്ട്പുട്ട് വോൾട്ടേജ് എന്താണ് അലീന? മൈനസ് വി സാറ്റ്. അപ്പം മൈനസ് വി സാറ്റ് എന്ന് പറയുന്നത് ഇതാണ് വിചാരിക്കുക. മൈനസ് വി സാറ്റ്, ഇത് പ്ലസ് വി സാറ്റ് ആണ് വിചാരിക്കുക. ഓക്കെ, അപ്പം അങ്ങനെ വരുമ്പോഴത്തേനും നമ്മുടെ ഫിഗർ ഇങ്ങനെ ആയിരിക്കും വരുന്നത്. വി യു ടിനെക്കാട്ടിലും വി ഐ ഗ്രേറ്റർ ദാൻ വി യു ടി ആണെങ്കിൽ മൈനസ് വി സാറ്റ് ആയിരിക്കും. പിന്നെ അഞ്ജലി, വി യു ടിനെക്കാട്ടിലും കുറവാണെങ്കിൽ എന്ത് പറ്റും? വി ഐ ലെസ് ദാൻ വി യു ടി ആണെങ്കിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ത് വരും? വി ഐ ലെസ് ദാൻ വി യു ടി. പോസിറ്റീവ് വി സാറ്റ്, പ്ലസ് വി സാറ്റ് വരും. ഓക്കെ, അപ്പം വി ഐ ലെസ് ദാൻ വി യു ടി എന്ന് പറയുമ്പോൾ നമ്മൾ ഗ്രാഫ് നോക്കുമ്പം ഇവിടെയാണ് ഈ ലെഫ്റ്റ് വി യു ടിന്റെ ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ പോർഷൻ. അപ്പം അവിടെ പ്ലസ് വി സാറ്റ് ആയിരിക്കും നമ്മുടെ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇത് വി യു ടിന്റെ അവിടെ ഇറ്റ് ചേഞ്ചസ് ഫ്രം മൈനസ് വി സാറ്റ് ടു പ്ലസ് വി സാറ്റ്. ഓക്കെ, അപ്പം ഇങ്ങനെ ആയിരിക്കും ഫിഗർ. ഇനി സെയിം രീതിയിൽ തന്നെ നമ്മൾ വി എൽ ടിയുടെ കേസിൽ പറയാൻ പോവാം. ഓക്കെ, വി ഐ ഗ്രേറ്റർ ദാൻ വി എൽ ടി, വി എൽ ടി അലീന, വി ഐ ഗ്രേറ്റർ ദാൻ വി എൽ ടി എന്ന് പറയുമ്പോഴത്തേനും എങ്ങനെ വരും? മൈനസ് വി സാറ്റ് അല്ലേ. അപ്പൊ വി ഐ ഗ്രേറ്റർ എന്ന് പറയുമ്പം റൈറ്റ് സൈഡിലോട്ട്, അപ്പം റൈറ്റ് സൈഡിൽ മൈനസ് വി സാറ്റ് ആണ്. ഓക്കെ, ഇനി അഞ്ജലി, വി ഐ ലെസ് ദാൻ വി എൽ ടി എന്ന് പറയുമ്പം പോസിറ്റീവ് വി സാറ്റ്, പോസിറ്റീവ്. അപ്പം ഇത് വി ഐ ലെസ് ദാൻ വി എൽ ടി എന്ന് പറയുമ്പോൾ ലെഫ്റ്റിലോട്ട് വരും. കറക്റ്റ്. അപ്പൊ ഇതായിരിക്കും പ്ലസ് വി സാറ്റ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയായിരിക്കും നിങ്ങളുടെ ഫിഗർ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഫിഗർ ആയിരിക്കും നിങ്ങൾ ഷ്മിറ്റ് ട്രിഗറിൽ യൂസ് ചെയ്യാൻ പോകുന്നത്. പക്ഷെ കുറച്ച് എക്സ്ട്രാ കാര്യം കൂടെ ഉണ്ട്. നിങ്ങൾ ഡെഫിനിഷൻ പറയുന്നത് ഈ ഒരു ഡെഫിനിഷൻ വെച്ചിട്ടായിരിക്കും. ഓക്കെ, അതായത് വി യു ടിന്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ പ്ലസ് വി സാറ്റിന്ന് മൈനസ് വി സാറ്റിലോട്ട് പോകുന്ന ഇൻപുട്ട് വോൾട്ടേജ്. ഓക്കെ, വാല്യൂ ഓഫ് ഇൻപുട്ട് വോൾട്ടേജ് അറ്റ് വിച്ച് ഔട്ട്പുട്ട് മേക്സ് ട്രാൻസിഷൻ ഫ്രം പ്ലസ് വി സാറ്റ് ടു മൈനസ് വി സാറ്റ്. അതേസമയം വി എൽ ടിയുടെ ഡെഫിനിഷൻ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. വാല്യൂ ഓഫ് ഇൻപുട്ട് വോൾട്ടേജ് അറ്റ് വിച്ച് ഔട്ട്പുട്ട് മേക്സ് ട്രാൻസിഷൻ ഫ്രം മൈനസ് വി സാറ്റ് ടു പ്ലസ് വി സാറ്റ്. രണ്ടിൻ്റെയും ഫിഗർ ഒന്ന് തന്നെയാണ്, പക്ഷെ നിങ്ങൾ ആരോ വരയ്ക്കുമ്പോഴത്തേനും ശ്രദ്ധിച്ച് വരയ്ക്കണം എന്നേ ഉള്ളൂ. ഓക്കെ, ആരോ വരയ്ക്കുമ്പോഴത്തേനും ഈ വി യു ടിൻ്റെ കേസിൽ ഇങ്ങനെ ആരോ വരയ്ക്കണം. നിങ്ങൾ ഫിഗർ നോക്കുമ്പോൾ ഏകദേശം സെയിം തന്നെയാണ് അല്ലേ, ഇച്ചിരി ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും മാറിയെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ നിങ്ങൾ ആരോ വരയ്ക്കുമ്പം ഈ രീതിയിൽ വേണം ആരോ വരയ്ക്കാൻ. ആരോ കൊണ്ട് ഉദ്ദേശിച്ചെന്ന് വെച്ചാൽ വി യു ടിൻ്റെ ഡെഫിനേഷൻ പ്ലസ് വി സാറ്റിന്ന് മൈനസ് വി സാറ്റിലോട്ട് മാറുന്നു. പക്ഷെ വി എൽ ടിയുടെ ഡെഫിനേഷൻ എന്ന് പറയുമ്പം മൈനസ് വി സാറ്റിന്ന് പ്ലസ് വി സാറ്റിലോട്ട് മാറുന്നു. അങ്ങനെയാണ് ഡെഫിനേഷൻ പറയുന്നത്. അപ്പം അതുകൊണ്ട് ഈ ആരോ മാത്രം നിങ്ങളൊന്ന് ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കേണ്ടി വരും. ഓക്കെ, എങ്ങനെയായിരിക്കും. ഇനി ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്യുന്നതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ വി യു ടിൻ്റെ ഫിഗർ എന്ന് പറയുന്നത് ഇത്. ഓക്കെ, ഇത് നോക്കിക്കാണേ. വി യു ടിൻ്റെ ഫിഗർ എന്ന് പറയുന്നത് ഇത് റൈറ്റിലോട്ട് പോകുന്നു. ഇപ്പം വി യു ടിൻ്റെ ഫിഗർ ഇത് റൈറ്റിലോട്ട് പോകുന്നു. ഇനി വി എൽ ടിയുടെ ഫിഗർ ലെഫ്റ്റിലോട്ട് പോകുന്നു, ഇവിടെ ക്രോസ് ചെയ്യുന്നു. ഓക്കെ, അപ്പം ഇവിടെ ക്രോസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരും. ഓക്കെ, ഇവിടെ ഇങ്ങനെ ക്രോസ് ചെയ്ത് പോകുന്നു. അപ്പം ഇത് കമ്പൈൻ ചെയ്യുന്നതായിരിക്കും നിങ്ങളുടെ ഷ്മിറ്റ് ട്രിഗറിൻ്റെ ഫിഗർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു ഡിഫറൻസ് ഓഫ് അപ്പർ ത്രഷോൾഡ് വോൾട്ടേജ് മൈനസ് ലോവർ ത്രഷോൾഡ് വോൾട്ടേജിനെയാണ് ഹിസ്റ്റെറിസിസ് വോൾട്ടേജ് എന്ന് പറയുന്നത്. ഓക്കെ, അത് നിങ്ങൾ ജസ്റ്റ് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി, അതിൻ്റെ ആവശ്യമില്ല. ഇനി ജസ്റ്റ് അടുത്തൊരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഫിഗർ ഇത് ലാസ്റ്റ് പോർഷനാണ്. ഇൻപുട്ട് ഔട്ട്പുട്ട് വേവ് ഫോമും കൂടി വരയ്ക്കാൻ പറ്റണം ഷ്മിറ്റ് ട്രിഗറിൻ്റെ കേസിൽ. ഓക്കെ, അപ്പം നിങ്ങൾ എങ്ങനെ വരയ്ക്കുന്നതെന്ന് വെച്ചാൽ ഇവിടെ നിങ്ങൾക്ക് ചെറിയൊരു കൺഫ്യൂഷൻ വരാറുണ്ട്. സാധാരണ പിള്ളേർക്കൊരു കൺഫ്യൂഷൻ വരാറുള്ളതാണ്.
നിങ്ങൾക്ക് ഇൻപുട്ട് വേവ് ഫോം ഉണ്ടെന്ന് വെച്ചോ, ഒരു സൈനസോയിഡൽ വേവ് ഫോം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഔട്ട്പുട്ട് വേവ് ഫോം എപ്പോഴും ഒരു സ്ക്വയർ ആയിരിക്കും വരുന്നത്. ഓക്കെ, പക്ഷെ എവിടെ വെച്ചിട്ടാണ് പ്ലസ് വി സാറ്റിന്ന് മൈനസ് വി സാറ്റിലോട്ട് മാറേണ്ടത്, അത് മാത്രമാണ് ഒരു കൺഫ്യൂഷൻ വരുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾ തിയറി ഒക്കെ വായിച്ചു കഴിയുമ്പോഴത്തേനും അത് വെച്ചിട്ട് വരയ്ക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ തെറ്റിപ്പോവും. അപ്പം എളുപ്പത്തിന് വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഇവിടെ ഞാൻ എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഫിഗർ നോക്കുമ്പം വി ഐയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ വി യു ടി ആണെങ്കിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് ഈക്വൽ ടു മൈനസ് വി സാറ്റ് ആണ്. ഓക്കെ, വി ഒ ഈക്വൽ ടു മൈനസ് വി സാറ്റ് ആണ്. വി ഐ ലെസ് ദാൻ വി എൽ ടി ആണെങ്കിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് ഈക്വൽ ടു പ്ലസ് വി സാറ്റ് ആണ്. ഓക്കെ, പക്ഷെ ഈ രണ്ടിൻ്റെയും ഇടയ്ക്കുള്ള വാല്യൂ നോക്കുക, വി യു ടിൻ്റെയും വി എൽ ടിൻ്റെയും ഇടയ്ക്കുള്ള വാല്യൂ നോക്കുമ്പം മൈനസ് വി സാറ്റും വരാം പ്ലസ് വി സാറ്റും വരാനായിട്ട് ചാൻസ് ഉണ്ട്. ഓക്കെ, മൈനസ് വി സാറ്റോ പ്ലസ് വി സാറ്റോ വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ വേവ് ഫോമിൽ ലുക്ക് അറ്റ് ദി പോയിന്റ്സ് വെയർ വി ഐ ബിക്കംസ് ഗ്രേറ്റർ ദാൻ വി യു ടി. കാരണം വി ഐ ഗ്രേറ്റർ ദാൻ വി യു ടിയിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് മൈനസ് വി സാറ്റ് ആണ് ഉറപ്പാണ്. വി ഐ ലെസ് ദാൻ വി എൽ ടി ആണെങ്കിൽ വി ഒ ഈക്വൽ ടു പ്ലസ് വി സാറ്റ് ആണ് ഉറപ്പാണ്. ഓക്കെ, അപ്പം ലുക്ക് അറ്റ് ദി പോയിന്റ്സ് വെയർ വി ഐ ബിക്കംസ് ഗ്രേറ്റർ ദാൻ വി യു ടി. അപ്പം വി ഐ വി യു ടിനെക്കാട്ടിലും ഗ്രേറ്റർ ആകുന്നത് ഈ ഒരു പോയിന്റിലാണ്. ഓക്കെ, വി ഐ വി എൽ ടിനെക്കാട്ടിലും കുറഞ്ഞു പോകുന്ന പോയിന്റ് എന്ന് പറയുന്നത് ഈ ഒരു പോയിന്റ്. ഓക്കെ, അപ്പം ആ പോയിന്റ് മാത്രം നിങ്ങൾ ആദ്യമേ മാർക്ക് ചെയ്യാം. ഓക്കെ, അത് മാർക്ക് ചെയ്തിട്ട് ഓക്കെ, വി ഐ ഗ്രേറ്റർ ദാൻ വി യു ടി ആകുമ്പം ഔട്ട്പുട്ട് വോൾട്ടേജ് മൈനസ് വി സാറ്റ്. അപ്പം വി ഐ ഗ്രേറ്റർ ആകുമ്പം ഔട്ട്പുട്ട് വോൾട്ടേജ് മൈനസ് വി സാറ്റ് ആയിരിക്കും. ഔട്ട്പുട്ട് ലെസ് ആകുമ്പം വി എൽ ടിനെക്കാട്ടിലും കുറയുമ്പം, അതായത് ഈ താഴത്തെ പോർഷനിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് ഈക്വൽ ടു പ്ലസ് വി സാറ്റ് ആയിരിക്കും. ഓക്കെ, എന്നിട്ട് അടുത്ത പോയിന്റ്, ഓക്കെ, ഈ ചേഞ്ച് ചെയ്യുന്ന പോയിന്റ് വരെ നമുക്ക് ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. മൈനസ് വി സാറ്റ് ആണെങ്കിൽ മൈനസ് വി സാറ്റിൽ തന്നെ, പ്ലസ് വി സാറ്റ് ആണെങ്കിൽ പ്ലസ് വി സാറ്റിൽ തന്നെ. ഓക്കെ, എന്നിട്ട് ഈ മാർക്ക് ചെയ്തിരിക്കുന്ന പോയിന്റിൽ മാത്രമേ പ്ലസ് വി സാറ്റിൽ നിന്ന് മൈനസ് വി സാറ്റിലോട്ട് മാറത്തുള്ളൂ, അല്ലെങ്കിൽ മൈനസ് വി സാറ്റിൽ നിന്ന് പ്ലസ് വി സാറ്റിലോട്ട് മാറത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾ വേവ് ഫോം വരയ്ക്കേണ്ടത്. വേവ് ഫോം വരയ്ക്കാൻ നേരം മാത്രം ചെറിയൊരു ഡൗട്ട് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു രീതിയിൽ നോക്കുകയാണെങ്കിൽ അത്ര കൺഫ്യൂഷൻ വരത്തില്ല.